exactly today we are going to study about our class ME 16606 Automobile Engineering Module 2 class 18A. I think this class this is the last portions we are going to cover actually. Okay. So the first one we are going to cover is anti-lock braking system actually. Okay, anti-lock braking system. Last class, I just discussed a small introduction about the anti-lock braking system. So, what is exactly the anti-lock braking system? So, anti-lock braking system for an automobile system is that allows the wheel to a motor vehicle to maintain the tractive contact actually. Okay, so it's actually a safety system and it maintains the tractive contact and prevent the skidding. So, how it is maintain a tractive contact and prevent a skidding? So in this system, which allows the wheels on a motor to a vehicle to maintain the interactive contact, okay, with the road surface according to the driver and which while he is braking actually. Okay. So ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്മൾ സാധാരണ ഒരു ഓട്ടോമൊബൈൽ ഒരു റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സർഫസിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഡ്രൈവർ നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു കോണ്ടാക്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ? നമ്മുടെ ടയറിന്റെ സർഫസും അതുപോലെ തന്നെ റോഡും തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ ആ ഒരു കോണ്ടാക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാക്റ്റീവ് കോണ്ടാക്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ആക്ച്വലി. ആ ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ മാതിരി ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ it prevents from the wheel from locking up and also avoid the uncontrolled skidding actually. Okay. അതായത് ഇതിൽ സ്കിഡിങ് നിങ്ങൾക്കറിയാലോ, സ്കിഡിങ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ബൈക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് സ്കിഡിങ് എന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഉപയോഗിക്കുന്ന റോഡിന്റെ സർഫസ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു സ്കിഡിങ് സർഫസ് ലൈക്ക് എന്ന് വെച്ചാൽ മഡായിട്ടോ അല്ലെങ്കിൽ ചളിയായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് വെള്ളമൊക്കെ ഉള്ള സർഫസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു സ്കിഡിങ് ചാൻസസ് ഉണ്ട് അല്ലെ? ആ സ്കിഡിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു ഇതിന്റെ വീൽസിനെ ലോക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ വീലിനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓർ സീസിങ് ദ റൊട്ടേഷൻ എന്ന് കൂടെ പറയാം. ഓക്കെ, അങ്ങനെ ഒരു ലോക്ക് ചെയ്ത് അതിന്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ബ്രേക്കിംഗ് മാത്രമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു വീലിന് അങ്ങനെ സ്കിഡിങ് പർപ്പസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, ആ ലോക്കിങ്ങിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, so what it is doing, it maintain a tractive contact and also it prevent the skidding. Okay, now it is an automated system. എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റഡ് സിസ്റ്റം എന്ന് പറയാനുള്ള കാരണം, it uses some principle of to threshold the braking and a series of braking and which is practiced by suppose a skillful drivers which is a previous generation braking systems. Okay, so എങ്ങനെയാണ് അത് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് എങ്ങനെയാണ് ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുക ആക്ച്വലി. ഓക്കെ, സോ ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചില പ്രിൻസിപ്പിൾസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് നമ്മളിപ്പോൾ ഒരു സ്കിഡിങ്ങിനോ അല്ലെങ്കിൽ നമ്മളൊരു ബ്രേക്കിങ്ങിനോ പോവുകയാണെങ്കിൽ ആ സമയത്ത് ഇതെന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരാൾ ഏതെങ്കിലും ഒരാൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി ബ്രേക്കിങ് ഇതിന് മനസ്സിലാവും ആക്ച്വലി. ഓക്കെ, അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യും, വളരെ ഫാസ്റ്റർ ആണ്. അതുപോലെ തന്നെ ഇത് ബെറ്റർ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഡ്രൈവർ മാനേജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ കൺട്രോളും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റർ റേറ്റിൽ നമുക്ക് ആ വെഹിക്കിളിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഇതിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, now it uses the dry and slippery surfaces. So as I told you, braking ABS is എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനറലി ഓഫർ an improved vehicle control ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രൈവും അതുപോലെ തന്നെ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള സർഫസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്ന ഈ പറഞ്ഞ മാതിരി ഇത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 1 second ആക്ച്വലി. യാ, ഓക്കെ. സോ നമുക്കിപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ABS യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെഹിക്കിൾ കൺട്രോൾ ആണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റത്തിന് പകരം ഒരു സ്റ്റേജ് വൈസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് വൈസ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മാതിരി കൺട്രോൾ ചെയ്യാം. ഇപ്പൊ സ്ലിപ്പറി അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള സർഫസിൽ വരുന്ന സമയത്ത് നമ്മൾ ആ സഡൻ ബ്രേക്ക് പിടിക്കുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് സ്കിഡ് ചെയ്തിട്ട് നമ്മൾ വീഴാനുള്ള ചാൻസസ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് പകരം ഇത് എന്ത് ചെയ്യുന്നു, അതിന്റെ സ്പീഡ്, അതായത് വളരെ സ്പീഡിനെ കൺട്രോൾ ചെയ്തതിനു ശേഷം ആ വീലിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്തതിനു ശേഷം അതെന്ത് ചെയ്യും, അതിന്റെ ഡിസ്റ്റൻസ് ഓരോ ഡിസ്റ്റൻസ് നോക്കിയിട്ട് അതെന്ത് ചെയ്യും, ഈ പറഞ്ഞ മാതിരി അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൺട്രോൾ ചെയ്യാം. സോ എങ്ങനെയാ എന്നുള്ളത് നമുക്ക് അപ്കമിങ് സ്ലൈഡ്സിൽ പഠിക്കാം.
Now we are going to study about this. It improve the vehicle control. So overall, ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി ABS എന്തിനെ യൂസ് ചെയ്യുന്നത് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ അത് ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമുക്ക് വെഹിക്കിളിന്റെ മുകളിലുള്ള ഒരു കൺട്രോൾ നമുക്ക് കിട്ടുകയാണ്. സോ ഇത് ഇംപ്രൂവ്സ് ദ വെഹിക്കിൾ കൺട്രോൾ. Okay. Now what is EBD, TCS, and EBA and EFC? So that is actually, it's also known as, that is anti-lock braking system is also known as electronic brake force distribution, EBD, electronic brake force distribution. And second thing is the traction control system. And third one is the emergency brake assist. And then fourth one is the electrical stability control. So ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ മാതിരി ABS-ലൂടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ എല്ലാ സിസ്റ്റംസിനെയും നമുക്ക് ABS ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് ട്രാക്ഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതൊരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതൊരു എമർജൻസി ബ്രേക്ക് അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ ഓൾ ദി സിസ്റ്റം ഇസ് ഇൻക്ലൂഡഡ് വിത്ത് ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നൗ വാട്ട് ഇസ് ABS-ന് എന്തൊക്കെ പാർട്സ് അല്ലെങ്കിൽ എന്തൊക്കെ കോമൺസ് ഉണ്ട്? ജനറലി ഇതിലൊരു മോഡുലേറ്റർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇതിലൊരു വെഹിക്കിൾ സ്പീഡ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബ്രേക്ക് യൂണിറ്റ്, ഒരു കൺട്രോൾ യൂണിറ്റ് ഇതിലുണ്ടായിരിക്കും. ഓക്കെ, റൈറ്റ്. സോ നെക്സ്റ്റ് വീക്കിൽ ഒരു പണി നടക്കുകയാണ്, സോ അതിന്റെ സൗണ്ട് ആണ് കേൾക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഐ കുഡന്റ് ഡു എനിത്തിങ് ബിക്കോസ് ദേ ആർ ഡൂയിങ് വർക്ക് ആക്ച്വലി there. Okay, right. Anyway, leave that actually. Now, yeah, anti-lock braking സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ആക്ച്വലി എല്ലാവർക്കും അർജുൻ ബി ക്ലിയർ ആണോ? അർജുൻ, ഓഡിയോന്റെ സൗണ്ട് കുറച്ച് കമ്മിയാ. ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. സോ ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, റൈറ്റ്. സോ ആക്ച്വലി ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഓപ്പറേഷൻ ചെയ്യുന്നത് മെയിൻ ആയിട്ട് 4 കാര്യങ്ങളാണ്. അതായത് മെയിൻ ആയിട്ട് അതിന്റെ ഒരു വൺ ഓഫ് ദ കോമ്പണന്റ് എന്ന് പറയുന്നതാണ് ഒരു കൺട്രോളർ ആണ്. ഓക്കെ, കൺട്രോളർ ആന്റിലോക്ക് ബ്രേക്ക് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺട്രോളർ വരുന്നത്. രണ്ടാമത്തത് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ECU, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. രണ്ടാമത്തത് 4 വീൽ സ്പീഡ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 2 ഹൈഡ്രോളിക് വാൾസ് ഉണ്ടായിരിക്കും, മിനിമം 2 ഹൈഡ്രോളിക് വാൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, റൈറ്റ്. So what is exactly this? 1 minute or 2 minutes. Yeah, okay, right. So mainly anti-lock braking system എന്ന് പറയുന്നതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺട്രോളർ ഈസ് ഓൾസോ നോൺ ആസ് എ ക്യാബ്. ക്യാബ് എന്ന് ഉദ്ദേശിക്കുന്നത് കൺട്രോളർ ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ആൻഡ് ടിപ്പിക്കലി ഇറ്റ് ഈസ് ഇൻക്ലൂഡ് എ സെൻട്രൽ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. So what is actually this control unit is actually working? So ECU is a constantly monitor and it rotational speed of each wheel actually. So if it detects a wheel rotating significantly slower than the others, a condition indicative of impending of a wheel lock. So it actuates the wheels valves to reduce the hydraulic pressure to the brake at the affected wheel and thus reducing the braking force on that wheel. So the wheel then turns the faster actually. Okay, so I know you didn't get the what is actually the working. So actually the ECU is one of the main part. Okay, so I think you clear the voice. Okay, Mohammed Wilsar. Yes, sir. Okay, here now. Yeah, right. So ECU, what is actually ECU? So the main purpose, I already told you that ECU, there is a main 3 components. One is the ECU, and the second one is the speed sensors, and third one is the hydraulic valves. So what is the function of actually the ECU? So
So ECU is a ECU monitors the rotational speed of the vehicles actually. Okay, so you know that if a four-wheel drive, you are going to drive a four-wheelers. Okay, then there is a four wheels are there, and each wheel having a sensor. Speed sensors will be available. ഓരോന്നിനും ഓരോ സ്പീഡ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൂടാതെ രണ്ട് ഹൈഡ്രോളിക് വാൽവ്സും മിനിമം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ECU എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കോൺസ്റ്റന്റ്ലി മോണിറ്റർ ദി റൊട്ടേഷണൽ സ്പീഡ് ഓഫ് ദി ഈച്ച് വീൽ. ഓക്കെ, ഓരോ വീലിൽ ഉണ്ടാകുന്ന സ്പീഡിനെ കണ്ടിന്യൂസ് ആയിട്ട് അത് എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഡിറ്റക്ട് ദി വീൽ റൊട്ടേറ്റിംഗ് സിഗ്നിഫിക്കന്റ്ലി സ്ലോവർ ദാൻ ദി അതേഴ്സ് ആൻഡ് ദാറ്റ് ഈസ് ദി കണ്ടീഷൻ ഇൻഡിക്കേറ്റീവ് ഓഫ് ദി ഇംപെൻഡിങ് ഓഫ് ദി വീൽ ലോക്ക്. അതായത് വീൽ ലോക്ക് എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നമ്മളൊരു റോഡിലൂടെ പോവുകയാണ്, നമ്മുടെ വെഹിക്കിൾ ഒരു റോഡിലൂടെ പോവുകയാണെങ്കിൽ ഒരു വീല് ഒരു ചളിയിലോ അല്ലെങ്കിൽ മഡിലോ വന്ന് വീഴുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ആ ഒരു വീല് കമ്പാരിറ്റീവ്ലി മറ്റുള്ള മൂന്ന് വീൽസിനേക്കാൾ വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, സോ ദ വീൽ ഈസ് റൊട്ടേറ്റിംഗ് സ്ലോവർ ദാൻ ദി അതേഴ്സ് ആക്ച്വലി. ഓക്കെ, മറ്റുള്ള വീലുകളേക്കാൾ വളരെയധികം റൊട്ടേറ്റ് ചെയ്യുന്ന, വളരെ സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, സ്ലിപ്പറി കൊണ്ടാണ് സംഭവിക്കുന്നത്, ബട്ട് ഇറ്റ് ഈസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ് ദാറ്റ് ദെൻ ദ വാൽവ്, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ വാൽവ് ഉണ്ടല്ലോ, ECU എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹൈഡ്രോളിക് പ്രഷർ, ഇപ്പൊ സപ്പോസ് നമ്മൾ ആ ഒരു സമയത്ത് അതൊരു ബ്രേക്കിംഗ് സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്, അതായത് വീല് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അവിടെ ഒരു പ്രഷർ, അതായത് ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ ബ്രേക്കിംഗ് എഫക്റ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വാൽവ് എന്ത് ചെയ്യും, അതിന്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യും. അതിന്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യും, അതായത് ബ്രേക്കിന്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീലിനെ ബ്രേക്ക് പിടിക്കുന്നില്ല. സോ ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ ഒരു ബ്രേക്കിംഗ് ഫോഴ്സ് കുറയുന്നത് കൊണ്ട് ആ വീല് മാത്രം ഫാസ്റ്റർ ആയിട്ട് കറങ്ങും ആക്ച്വലി. ഓക്കെ, മച്ച് മോർ ഫാസ്റ്റർ ദാൻ ദി അതർ വീൽസ്, ബാക്കിയുള്ള വീൽസിനേക്കാൾ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് അത് കറങ്ങും. ഓക്കെ, സോ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ അങ്ങനെ ഫാസ്റ്റർ ആയിട്ട് കറങ്ങുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് ആ ഒരു എഫക്ട് ഇല്ലാതായി വരും. കാരണം ബാക്കിയുള്ള വീൽസിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ആ വീല് കറങ്ങുന്നതായിരിക്കും ചെയ്യുന്നത്, കാരണം ബ്രേക്കിംഗ് എഫക്ട് അവിടെ കുറയുകയാണ്. വെൻ ദ വീൽ റൊട്ടേറ്റിംഗ് സ്ലോവർ ദാൻ അതേഴ്സ് ആണെങ്കിൽ, ഇനി സപ്പോസ് എ വീൽ ഈസ് റൊട്ടേറ്റിംഗ് ഫാസ്റ്റർ ദാൻ അതേഴ്സ് ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മളിപ്പോ സപ്പോസ് നമ്മളൊരു വീൽ എന്ന് പറയുന്നത് മറ്റുള്ള മൂന്ന് വീൽസിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം എക്സാക്ട്ലി ദാറ്റ് വാൽവ് ഈസ് അപ്ലൈങ്. ഓക്കെ, നമ്മുടെ വാൽവ് അവിടെ വരുന്നു. ആ വാൽവ് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ മാതിരി ആ ഒരു വീലിന് മാത്രം എന്ത് ചെയ്യുന്നു, പ്രഷറൈസ് ചെയ്തതിനു ശേഷം അതിനെന്ത് ചെയ്യും, ലോക്ക് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്, അവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രഷർ, ആ ഒരു ഹൈഡ്രോളിക് പ്രഷർ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും, ഒരു ബ്രേക്കിംഗ് ഫോഴ്സ് ആ ഒരു വീലിന് അപ്ലൈ ചെയ്യുന്നു, കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വീലിന്റെ ആ ഒരു വീൽ ഫാസ്റ്റ് ആയിട്ട് സ്പീഡായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന അതിനെ സ്ലോ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് വീൽ റൊട്ടേറ്റിംഗ് ഫാസ്റ്റർ ദാൻ അതേഴ്സിൽ വരുന്ന കേസസ്. ഓക്കെ, നൗ ഈ ഒരു ECU നമുക്ക് ഈ ഒരു റിപ്പീറ്റ് ചെയ്യാം, അതായത് ഈ ഒരു കേസസ്, അതായത് വാൽവ് ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കേസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് കണ്ടിന്യൂസ്ലി ബിക്കോസ് ദ ഡ്രൈവർ ടേക്ക് പ്രഷർ. അതായത് ഇപ്പൊ നമ്മളിപ്പോ സപ്പോസ് നമ്മൾ ഒരു ബ്രേക്ക് പിടിക്കുന്ന സമയം, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഡ്രൈവർ എന്ത് ചെയ്യും, പെഡലിൽ പൾസ് ചെയ്യും. ഓക്കെ, ആ പൾസ് ചെയ്യുന്നത് ഒരു മൾട്ടിപ്പിൾ ടൈം ആയിട്ട് ഈ പറഞ്ഞ മാതിരി ആന്റിലോഗ് ബ്രേക്കിംഗ് സിസ്റ്റം ചെയ്യും, പ്രഷറൈസ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 15 ടൈംസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ തന്നെ 15 തവണ തന്നെ വീണ്ടും ബ്രേക്കിംഗ് പ്രഷർ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു ആന്റിലോഗ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ABSന് ഈ പ്രാക്ടിക്കലി, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ABSൽ ഒരിക്കലും പ്രാക്ടിക്കലി കംപ്ലീറ്റ് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വീലിനെയും കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ആക്സിലറേഷനെ കുറയ്ക്കാൻ സാധിക്കും. ഓരോ വീലിന്റെയും ആക്സിലറേഷനെ ഒരു ബ്രേക്ക് വളരെ ചെറിയൊരു പൾസ് കൊടുത്തിട്ട്, ഒരു ബ്രേക്കിംഗ് പ്രഷർ കൊടുത്തതിന് ശേഷം ആ വീലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ബ്രേക്കിംഗ് പവർ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക, ഇതാണ് ആക്ച്വലി ഈ ഒരു ആന്റിലോഗ് ബ്രേക്കിംഗ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീലിനെ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്കിന്റെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ, അതായത് ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് തന്നെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, എല്ലാ വീലുകളിലും 4 വീലുകളിലും കണ്ടിന്യൂസ് ആയിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് പ്രഷർ, എക്സ്ട്രാ പ്രഷർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ABS സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രഷർ, അതായത് നമ്മളൊരു പെഡൽ അമർത്തിയിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫക്ട് നമുക്ക് ഈ ABSൽ ഉണ്ടാക്കുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, നൗ ദി ECU നൗ right now ECU is programmed at critical threshold speed. So why this says that a critical threshold speed എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ECU is programmed for a disregard differences in wheel rotating speed. ഓക്കെ, സോ വീൽ റൊട്ടേറ്റിംഗ് സ്പീഡിന് അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ECU പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്.
സോ കാറ് ടേൺ ചെയ്യുക അല്ലെങ്കിൽ കാർ ഈ പറഞ്ഞ മാതിരി ടൂ വീൽ ഇപ്പൊ രണ്ട് വീല് നമുക്ക് അറിയാം, നമുക്ക് ഒരു കാറ് ടേൺ ചെയ്യണം, ലെഫ്റ്റ് ഓർ റൈറ്റ് ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു ഇന്നർ വീല് ഹൈ സ്പീഡിലും അത് ഔട്ടർ സ്പീഡിൽ ഇങ്ങനെ അതിന്റെ സ്പീഡിനൊരു അതിലെ ആ റൊട്ടേഷൻ റെവല്യൂഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, ലെഫ്റ്റ് ഓർ റൈറ്റ് വീൽസിന് റെവല്യൂഷന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി ഈ ഒരു ABS എന്ത് ചെയ്യും, ആ ഒരു ഡിഫറൻഷ്യലിന്റെ വർക്കിനെ അതിന്റെ സെയിം ഏകദേശം വർക്കിനെ തന്നെയാണ് ഈ ഒരു ABSും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് അങ്ങനത്തെ ഒരു കേസിൽ സപ്പോസ് ABS ഫെയിൽ ആവുകയാണെങ്കിൽ അവിടെ ഒരു വാർണിംഗ് ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വാർണിംഗ് ലൈറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ABSന് ഫെയിലിയർ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Now the modern ABSന്റെ കേസിൽ വരികയാണെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രേക്ക് പവർ ടു ഓൾ ഫോർ വീൽസ്, 4 വീലുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക് പവർ ആണ് ഇപ്പോൾ മോഡേൺ ABSന് കൊടുക്കുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഒരു സെയിം ഇതിലായിട്ട് കൊടുത്തിരുന്നത് ഒരു ഒരൊറ്റ കേസിലാണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ മോഡേൺ ABSന്റെ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ 4 വീലുകൾക്കും സെപ്പറേറ്റ് ബ്രേക്ക് പവർ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നൗ ദിസ് ഇസ് യൂസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ABS ഓഫർ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓക്കെ ദ മോസ്റ്റ് റോഡ് വെഹിക്കിൾ പ്രൊഡ്യൂസ്ഡ് ആണ്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് എ ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി. ഓക്കെ, ഒരു ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ABS എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് അതിന്റെ പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ ഈ ഒരു സിസ്റ്റം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിൾസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ഒരു മാറ്റർ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നൗ yeah, so this is the figure of ABS actually. എങ്ങനെയാണ് ABS വരുന്നത്? ABSന്റെ കൺട്രോൾ മൊഡ്യൂൾ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് ബ്രേക്കിന്റെ മാസ്റ്റർ സിലിണ്ടർ ഉള്ളത്. സോ ഇതിന്റെ ഇൻഫോർമേഷൻ ബ്രേക്ക് സിലിണ്ടറിലേക്ക് സപ്ലൈ ചെയ്തിട്ട് ബ്രേക്ക് സിലിണ്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ പ്രഷർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ വീൽസിലേയും കിട്ടുന്നു. കാരണം ഇൻഡിവിജ്വൽ വീൽസിൽ നമ്മളൊരു സ്പീഡ് സെൻസസ്, ഈ കാണുന്ന സ്പീഡ് സെൻസേഴ്സ് ആണ്. ഈ സ്പീഡ് സെൻസേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഓരോ വീൽസിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റൊട്ടേഷൻ, ഇപ്പൊ ഈ വീലും റൊട്ടേഷൻ റെവല്യൂഷന്റെ സ്പീഡ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ എക്സ്ട്രാ സ്പീഡ് അല്ലെങ്കിൽ എക്സ്ട്രാ കൺട്രോൾ ഏത് വീലിനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അത് മനസ്സിലാക്കിയെടുക്കലാണ് ABS ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. So it pulsates the brakes if sliding, and it pulsates the brake on hard braking and stops the vehicle under the control, and it is not faster. Okay, ഒരിക്കലും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഫാസ്റ്റർ അല്ല, പക്ഷെ സ്ലോ റണ്ണിങ് ആണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. Now ആന്റിലോഗ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഒരു സ്പീഡ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും, വാൽവ് ഉണ്ടായിരിക്കും, പമ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കൺട്രോളേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ വാട്ട് ഇസ് എക്സാക്ട്ലി ദീസ് തിങ്സ് ഡു? So speed sensors actually changes to determine the acceleration of the wheel and actually. Okay, so speed sensors is used to determine the acceleration or the deceleration of the wheel, and it's also use the magnet and coils to find out this actually. Okay, so ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ inside of these speed sensors there will be some magnet and coil of wires ഉണ്ടായിരിക്കും. Okay, സോ നമ്മുടെ വീലിന്റെ അകത്ത് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമ്മൾ വെക്കുന്നത് ഒരു മാഗ്നറ്റും അതുപോലെ തന്നെ ഒരു കോയിലും ഉണ്ടായിരിക്കും. ഇനി റൊട്ടേഷൻ വീൽ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു കോയിൽ അല്ലെങ്കിൽ മാഗ്നറ്റ് ആൻഡ് കോയിൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ ഒരു പൾസ് ഉണ്ടാകും, ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഒരു എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യണം. ഈ വോൾട്ടേജ് ആ സെൻസറിന് കിട്ടുന്നു. ആ സെൻസർ ആ ഒരു വോൾട്ടേജിനനുസരിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ, അതായത് ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിന് ഇത്ര സ്പീഡിലായിരിക്കും അപ്പൊ അത് റെവല്യൂഷൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടാവും. സോ അങ്ങനെ ആ വീലിന്റെ റെവല്യൂഷൻ എത്രയാണ് അല്ലെങ്കിൽ റൊട്ടേഷൻ എത്രയാണ് അല്ലെങ്കിൽ സ്പീഡ് എത്രയാണെന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നു. സോ വളരെ സിമ്പിൾ ആണ്. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ സ്പീഡ് സെൻസസ് യൂസ് ചെയ്യുന്നത് ആക്സിലറേഷൻ, അതായത് വീലിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. പക്ഷെ ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഒരു മാഗ്നറ്റും അതുപോലെ തന്നെ ഒരു കോയിൽ വയറിന്റെ കോയിലുണ്ട്, കോപ്പർ വയറിന്റെ കോയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ മാതിരി അവിടെ ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് അവിടെ ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഫ്ലക്ച്വേഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് സംബന്ധിച്ച ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വോൾട്ടേജ് സെൻസർ മനസ്സിലാക്കിയിട്ട് ആ വോൾട്ടേജിന് എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് ആ സെൻസർ മനസ്സിലാക്കുന്നു. ആ സെൻസറിന് കിട്ടുന്ന ആ ഒരു വോൾട്ടേജിനനുസരിച്ചുള്ള ഇത്ര സ്പീഡ് ആയിരിക്കും, അപ്പോഴാണ് ഇത്രയും വോൾട്ടേജ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഒരു 1 വോൾട്ട് ആണെങ്കിൽ ഇത്ര റെവല്യൂഷൻ എന്നുള്ളത്. അപ്പം അതിന്റെ RPM മനസ്സിലാക്കി, അങ്ങനെ RPMനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ മാതിരി അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ മാതിരി സ്പീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആ സ്പീഡിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ABS സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് തിങ് ഇസ് ദ വാൽവ് ആക്ച്വലി. ഓക്കെ, സോ വാൽവ് എന്ന് പറയുന്നത് ഇസ് എ ബ്രേക്ക് ലൈൻ ഓഫ് ഈച്ച് ബ്രേക്ക് കൺട്രോൾഡ് ബൈ ABS
On some systems, the valve has 3 positions. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് ലൈൻ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു സിസ്റ്റത്തിന്റെ അതായത് ഈ ഒരു സിസ്റ്റത്തിന്റെ വാൽവിനെ കൺട്രോൾ വാൽവ് എന്ത് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ലൈനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഓരോ ബ്രേക്ക് ലൈനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാൽവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, now in position 1, ഫസ്റ്റ് പൊസിഷനിൽ വെക്കുന്ന സമയത്ത് വാൽവ് ഈസ് ഓപ്പൺ ആണ്. ഓക്കെ, സോ വാൽവ് ഓപ്പൺ ചെയ്യുന്ന ആ ഫസ്റ്റ് പൊസിഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ സിലിണ്ടർ, ഓക്കെ, ദ പ്രഷർ ഫ്രം ദ മാസ്റ്റർ സിലിണ്ടർ ഈസ് പാസ്ഡ് റൈറ്റ് ത്രൂ ദ ബ്രേക്ക്. ഓക്കെ, മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ബ്രേക്കിലേക്ക് ആ ഒരു പ്രഷർ പാസ് ചെയ്യുന്നു. രണ്ടാമത് അതിന്റെ പൊസിഷൻ 2 അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ വെക്കുന്ന സമയത്ത് ഇറ്റ് ബ്ലോക്ക് ദ ലൈൻ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇറ്റ് ഐസൊലേറ്റിംഗ് ദ ബ്രേക്ക് ഫ്രം ദ മാസ്റ്റർ സിലിണ്ടർ. മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് അത് എന്ത് ചെയ്യും, ആ ഒരു ലൈനെ വേർതിരിക്കുകയാണ്. സോ എന്താ സംഭവിക്കുന്നത്, അവിടെ പ്രഷർ കൂടാനോ അല്ലെങ്കിൽ പ്രഷറിനെ പാസ് ചെയ്യാനോ ഇത് സമ്മതിക്കുന്നില്ല. ഓക്കെ, സോ ഇൻ ദ തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ദ വാൽവ് ഈസ് റിലീസ് സം ഓഫ് ദ പ്രഷർ ഫ്രം ദ ബ്രേക്ക്. ഓക്കെ, ബ്രേക്കിൽ നിന്ന് ബ്രേക്കിൽ കിട്ടുന്നതിന് കുറച്ച് പ്രഷറിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ പമ്പ്. സോ പമ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പിന് അറിയാലോ നിങ്ങൾക്ക്, പമ്പ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റീസ്റ്റോർ ദ പ്രഷർ ടു ദി ഹൈഡ്രോളിക് ബ്രേക്സ് ആണ്. ഓക്കെ, സോ സാധാരണയായിട്ട് പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹൈഡ്രോളിക് ബ്രേക്സിന് എന്ത് വേണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ വേണം. ഓക്കെ, സോ ആ പ്രഷറിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ആ പ്രഷറിനെ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ആ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നത്. So the signal from the controller will release the valve and the direct detection of the wheel slip, and the valve releases and the pressure is supplied. ഓക്കെ, സോ എത്രയാണോ പ്രഷർ കിട്ടുന്നത് ആ പ്രഷറിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര ആ ഒരു വാൽവ് റിലീസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രഷർ ഇതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. So the pump is used to restore a desired amount of the pressure to the braking system. So the controller will modulate the pump status in order to provide the desired amount of the pressure and reduces slippery. Okay, സോ കൺട്രോളർ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പമ്പിനെ മോഡുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു എത്ര എമൗണ്ട് ഓഫ് പ്രഷർ ആണ് വേണ്ടത് എന്നുള്ളത് സ്ലിപ്പ് ചെയ്യാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് പ്രഷർ ആണ് വേണ്ടത് എന്നുള്ളത് അത് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, right, then next one is the how to use these things. Okay, അതായത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ഒരു ആന്റിലോഗ് ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ്. സോ ആന്റിലോഗ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ വർക്കിംഗ് കൂടെ പറയാം. സാധാരണയായിട്ട് ഇതൊരു സിമ്പിൾ അൽഗോരിതം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ആ സിമ്പിൾ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ the controller monitor the speed sensors actually. Okay, സോ എപ്പോഴും ഈ ഒരു സ്പീഡ് സെൻസേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ആ ഒരു കൺട്രോളർ അതായത് നമ്മളെ ഒരു ECU എന്ന് പറയുന്ന കൺട്രോളർ എപ്പോഴും ആ സ്പീഡിനെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും, എത്രയാണ് ആ ഓരോ വീലിൽ ഉണ്ടാകുന്ന സ്പീഡ് എന്നുള്ളത്. അങ്ങനെ വൺസ് എന്ത് ചെയ്യും, ലോക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ബ്രേക്കിന് ഉപയോഗിച്ചിട്ട് അത് ലോക്ക് ചെയ്യും. പ്രഷർ കൂടുതൽ വേണ്ടടുത്ത് കൂടുതൽ അല്ലെങ്കിൽ കുറവ് വേണ്ടടുത്ത് കുറവ് എന്നുള്ള രീതിയിൽ അത് നോക്കിയതിനു ശേഷം then it locks up. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡീസലറേഷൻ കൊടുത്തിട്ടാണ് ഇത് ലോക്ക് ചെയ്യുന്നത്. പക്ഷെ സാധാരണ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നോർമൽ കാർ സാധാരണ ഒരു നോർമൽ കാർ ഒരു 96 കിലോമീറ്റർ സ്പീഡിൽ കവർ സ്പീഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിന് ഏകദേശം ഒരു 5 സെക്കൻഡ്സ് മിനിമം വേണം ടു സ്റ്റോപ്പ്. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു സഡൻ സ്റ്റോപ്പ് അഥവാ സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വീൽ ലോക്കപ്പ് ചെയ്യുകയാണെങ്കിൽ 1 സെക്കൻഡ് മിനിമം ഒരു 1 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെ വീൽ ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ABS അങ്ങനെ അത് പറ്റത്തില്ല. ABS എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീപ്പ് ഓൺ ഒരു ഡീസലറേഷൻ കൊടുത്തതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് റെഡ്യൂസസ് ദ സ്പീഡ് ബൈ ഡീസലറേഷൻ അഗൈൻ. ഓക്കെ, റൈറ്റ്, ABS. ഓക്കെ, വളരെയധികം ഡിസ്റ്റർബൻസ് ആണ് വരുന്നത്. സോ ബാക്കി ക്ലാസ്സസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.